ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നടന്ന കിതാബുൽ ഫിഖ് 5ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം. യോജിച്ചവ ചേർക്കാനാണ് ആദ്യം വന്നത്. അപ്പൊ ഇവിടെ മുകളിൽ മന്ദൂബ് നിസ്കാരം നിബന്ധനയാണ്, ഒരു ദിവസം ഉളൂ അനിവാര്യമാണ്, ഹലാൽ എന്നൊക്കെ തന്നിട്ടുണ്ട്. അതിന് യോജിച്ച ചോദ്യത്തിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. 1, നിസ്കാരം സ്വഹീഹാവാൻ എന്താണ്? ഉളൂ അനിവാര്യമാണ്. 2, മുബാഹിന്റെ മറ്റൊരു പേര് ഹലാല്. സുന്നത്തിന്റെ മറ്റൊരു പേരാണ് മന്ദൂബ്. അടുത്തത്, മുസ്ലിമിന്റെ ശാരീരികമായ മഹത്തായ ഇബാദത്ത് നിസ്കാരം. നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ നിബന്ധനയാണ്. ഹലിൽ നിന്ന് കുറഞ്ഞത് ഒരു ദിവസം. ഇത്രയും നമുക്ക് അവിടെ പൂർത്തിയാക്കി കൊടുക്കാം. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് ചോദ്യം. നോക്കാം. 1, ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർള് ഐന്. അത് നമുക്ക് ശരിയിടാം. ഓരോരുത്തർക്കും നിർബന്ധമായതാണ് ഫർള് ഐന്, ശരി അടയാളപ്പെടുത്താം. 2, നഷ്ടപ്പെട്ട നിസ്കാരം ഖലാവ് വീട്ടണം. അത് ശരിയാണ്, ഖലാവ് വീട്ടണം. 3, നജസ് എന്നാൽ നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാകുന്ന മാലിന്യങ്ങളാണ്. അതും ശരിയാണ്. അടുത്ത 4, നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് പതിവനുസരിച്ചാണ്. അതും ശരിയാണ്. 5, സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം 2 ഇനമാണ്. രക്തങ്ങൾ 2 ഇനമാണ്. അല്ല, അത് തെറ്റാണ്. 3 ഇനമാണ് അല്ലെ. അടുത്തതാ, കിബിലയിലേക്ക് തിരിയൽ ഉളൂഇന്റെ ഫർളാണ്. അല്ല, അത് തെറ്റാണ്. ഉളൂഇന്റെ സുന്നത്താണ്. അപ്പൊ ഇത്രയാണ് അവിടെ നമുക്കുള്ളത്. ഇനി ഉത്തരം എഴുതാനാണ്. ഫർള് കിഫായ എന്നാൽ എന്ത്? സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഇതാണ് ഫർള് കിഫായ. അടുത്തത്, ഇളവുള്ള 3 നജസുകൾ എഴുതാനാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലുള്ളവയുടെ രക്തം, പിന്നെ മുഅല്ലല്ലാത്ത അന്യരക്തം, വഴിയിൽ നജസുണ്ട് എന്ന് ഉറപ്പുള്ള ചെളി. അതിന് ഇഷ്ടമുള്ളത് എഴുതാം. പാഠഭാഗത്തിൽ നമ്മൾ വേറെയും പഠിക്കുന്നുണ്ട്. അടുത്തത്, പ്രസവ രക്തം എന്നാൽ എന്ത്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. അതാണ് പ്രസവ രക്തം. അടുത്തത്, ഉളൂയിൽ ശ്രദ്ധിച്ച് കഴുകേണ്ടത് എന്തെല്ലാം? മടമ്പ്, പീളക്കുഴി എന്നിവ ശ്രദ്ധിച്ച് കഴുകണം. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിലൊക്കെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് വന്നത് മുഴുവനും അല്ലേ. അടുത്തത് 2 എണ്ണം വീതം എഴുതാനാണ്. നിസ്കാരത്തിന്റെ തടസ്സങ്ങൾ, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതൊക്കെ? അതിന്ന് 2 എണ്ണം എഴുതണം. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈല്, നിഫാസ്, അങ്ങനെ അതിന്ന് 2 എണ്ണം എഴുതാം. അടുത്തത്, മുത്തവസ്സിത്തായ നജസുകൾ. മുത്തവസ്സിത്ത്, കാഷ്ടം, മലം, രക്തം ഒക്കെ അതിന് 2 എണ്ണം എഴുതാം. ഇനി ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ, നിസ്കാരം, സുജൂദ്, തവാഫ്, അങ്ങനെ 2 എണ്ണം എഴുതാം. അടുത്ത ഇനി പൂർത്തിയാക്കാം. ഹറാം ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ്. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധി ഉള്ളതായി പരിഗണിക്കാം. ഇസ്തിഹാല, ഹൈള്, നിഫാസിന്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ്. അടുത്തത്, നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഇനി പൂരിപ്പിക്കാനാണ്. പ്രായപൂർത്തിയും ശുദ്ധിയും ഉള്ള എല്ലാ മുസ്ലിമിനും ബുദ്ധി നിലനിൽക്കുന്ന കാലം മുഴുവനും നിസ്കരിക്കൽ വാജിബാണ്. അപ്പൊ അവിടെ ബുദ്ധി എന്ന് എഴുതണം, നിലനിൽക്കുന്ന കാലത്തോളം. അങ്ങനെ അവിടെ 2 സ്ഥലങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണം. അടുത്തത്, സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അവിടെ 2 സ്ഥലത്ത്, ഒന്ന് പരിശുദ്ധമായ, പിന്നെ ശരീഅത്തിന്റെ, അങ്ങനെ 2 എണ്ണം അവിടെ എഴുതി കൊടുക്കണം. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യ പേപ്പറിൽ വന്നത്. നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞ റിവിഷനൊക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും നന്നായിട്ട് എഴുതാനും നല്ല മാർക്ക് വാങ്ങാനൊക്കെ സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളത്തെ ചോദ്യ പേപ്പറുമായി ഉടൻ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.